മൊബൈൽ ഫോൺ കാരണം വ്യക്തി കേന്ദ്രീകൃത സമൂഹമായി നമ്മൾ മാറിയെന്ന് കഥാകൃത്ത് വൈശാഖൻ. ഞാനും മൊബൈൽ ഫോണും മതി എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. ഒറ്റപ്പാലത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള ഡിഫറന്റ് ആർട്സ് സെന്റർ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. കേസ് കൊടുക്കുന്നവരുടെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ വീട്ടിലാരും സംസാരിക്കുന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങുള്ളൂ, അമ്മ വേണമെന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ 2 വയസ്സുള്ള കുഞ്ഞു പോലും ഉറങ്ങും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. സ്നേഹം, ബഹുമാനം, ആദരവ്, അനുകമ്പ, സഹിഷ്ണുത, എത്ര വാക്കുകളെന്നറിയോ അപ്രത്യക്ഷമാകുന്നത്? ഇതൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അതാണ് പരമസത്യം. പക്ഷേ അതിനൊക്കെ എതിരായ ഒരു പ്രവൃത്തിയാണിത്. അതായത് ഇത് പകരുന്നത് എന്താണ്? ഇത് അനുതാപമല്ല, സഹഭാവമാണ്. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് ഈ കെട്ടിടം പറയുന്ന ഒരു വാചകം. അങ്ങനെ പറയുന്നു. സ്നേഹം, ബഹുമാനം, ആദരവ്, അനുകമ്പ, സഹിഷ്ണുത എന്ന വാക്കുകളെല്ലാം ഇതോടെ അപ്രത്യക്ഷമായതായി വൈശാഖൻ പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അതാണ് പരമസത്യം. അതിനെതിരായ സന്ദേശമാണ് ഈ ഭവനം നൽകുന്നത്. ഇത് അനുതാപമല്ല, സഹഭാവമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവങ്ങളെ കുന്നിൻപുറത്തെ വീടുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്പർദ്ധ, കോപം, പക, അസൂയ തുടങ്ങിയവ ഒന്നും ഉണ്ടാകില്ല. അത് കഴിഞ്ഞാൽ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മനസ്സിൽ ദുഷ്ടവിചാരങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ ഇരിപ്പിടം അങ്ങനെയുള്ള മനസ്സുകളാണ്. ഗോഡ് ഈസ് ലവ് എന്ന വാക്ക് തെറ്റാണെന്നും അത് ലവ് ഈസ് ഗോഡ് എന്നാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്പലങ്ങളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ദൈവത്തെ ഈ അമ്പലങ്ങളിൽ നിന്നും ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരൂ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ സ്പർദ്ധ, അസൂയ, കോപം, പക ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ മനസ്സിൽ ദുഷ്ടവിചാരങ്ങളൊന്നും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ ഇരിപ്പിടം അങ്ങനെയുള്ള മനസ്സുകളാണ്. ഗോഡ് ഈസ് ലവ് എന്ന വാചകം തെറ്റാണ്. അത് തിരിച്ചിടണം. ലവ് ഈസ് ഗോഡ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വരോട് സ്വദേശിയുടെ കേൾവി പരിമിതരായ മക്കൾക്ക് വേണ്ടിയാണ് മാജിക് ഹോം എന്ന പേരിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത്. സംവിധായകൻ ലാൽ ജോസ്, ഗോപിനാഥ് മുതുകാട്, ജിജി തോംസൺ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.